അത് അവിടുന്ന് ഇതിനകത്ത് വന്നു. ഇതിലൊരു വലിയ ജനകീയ കൂട്ടായ്മ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ദുരന്തമാണ് ഉണ്ടായതെങ്കിലും ഒരുപാട് പേരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അതിലൂടെ സാധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ രാത്രി മുഴുവൻ രക്ഷാപ്രവർത്തനം എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇപ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന ഏരിയയിലുള്ള ആളുകളെ മുഴുവൻ ഇക്കരെ കിടത്തുക എന്നുള്ളതാണ് പ്രധാനം. അത് വിജയകരമായി. 5 മണി വരെ ആയിരുന്നെങ്കിൽ അത് സാധിക്കില്ല. 5 മുതൽ ഇപ്പോൾ ഈ 7:30 മണി വരെ വെളിച്ചം ഇല്ലാഞ്ഞിട്ട് അത് സാധിച്ചത് അതിന് പറ്റിയ സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റിയെന്നുള്ളതാണ്. തിരച്ചിൽ തുടരാൻ പറ്റുമോ രാത്രി മുഴുവൻ? ഇപ്പോൾ അത് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ആ പ്രദേശത്ത് ബാക്കി എന്താണ് എങ്ങനെയാണ് നോക്കാൻ വേണ്ടി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. ഇതിൽ നമ്മൾ ഈ സന്ധ്യക്കും ഇതിൻ്റെ പ്രവർത്തനം നടത്താൻ പറ്റിയെന്നുള്ളതാണ് നമുക്ക് വലിയ നിലയിൽ സഹായകരമായി മാറിയിട്ടുള്ളത്. നമുക്ക് ഷിരൂരിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ വേറൊരു രീതിയാണെന്നാണല്ലോ, അതിപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനത്തെ. അതെ, എല്ലാവരും ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരുടെ ഒരു നിരയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രതിപക്ഷ നേതാവ്, ഉപനേതാവ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ സന്നദ്ധ സംഘടനകളും, ഈ പ്രദേശത്തുള്ളവർ, ഈ ജില്ലയിലുള്ളവർ, തൊട്ടടുത്തുള്ള ജില്ലയിലുള്ളവർ എല്ലാവരും ഓടി വരികയാണ്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആളുകളുടെ ഒരു വലിയ നിരയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവസാനം രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ വലിയ നിലയിൽ ഇടപെട്ടു. പിന്നെ പ്രിക്കോഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ അതിനോട് സഹകരിച്ചു. ഇപ്പോൾ കുറേ വാഹനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ നിർത്തിവെച്ച വാഹനങ്ങൾ. ആ വാഹനങ്ങൾ മാറ്റണമെന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ കുറേ ആൾ വാഹനം മാറ്റി. രക്ഷാപ്രവർത്തനത്തിന് അല്ലാതെ വെറുതെ നിൽക്കുന്ന ആളുകളോട് ദയവ് ചെയ്ത് മാറണം എന്ന് പറഞ്ഞപ്പോൾ അവർ സഹകരിച്ചു. അങ്ങനെ ഒരു വാഹനങ്ങളൊക്കെ കടത്തിവിടാനൊക്കെ ഇവിടെയുള്ള യുവാക്കൾ, സന്നദ്ധ പ്രവർത്തകർ വലിയ നിലയാണ്, വലിയ നിലയിലുള്ള ഒരു മാതൃകാപരമായ ഒരു ഇടപെടലാണ് ഇവിടെ ജനങ്ങളാകെ നടത്തിയിട്ടുള്ളത്. പറയാനുള്ളത്, നമ്മളുടെ ഓരോ വീട്ടിലെയും ഇങ്ങനെയുള്ള മനുഷ്യർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. അവരുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. കിടക്കുന്നത് കൊടിയുടെ നിറമുള്ള മനുഷ്യനാണോ, ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ വാൽപ്പേരോ ജാതിപ്പേരോ ഉള്ള മനുഷ്യനാണോ എന്ന് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തുക. നമ്മളെ സംബന്ധിച്ച് ഓരോ പേഴ്സണും വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ്. ചുരുങ്ങിയ പക്ഷം അവൻ്റെ കുടുംബത്തിൽ, അവൻ്റെ വീട്ടിൽ, അവൻ്റെ അമ്മയ്ക്ക്, അവൻ്റെ ഭാര്യയ്ക്ക്, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക്, സഹോദരിക്ക് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് സർ എന്ന് മാത്രമാണ് നമുക്ക്